കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ നോമ്പ് തുറയ്ക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ, കാരണം ചോറ് രാത്രിക്കും വേണം. അപ്പോൾ കുട്ടികളൊക്കെ വേഗം കിടന്നുറങ്ങുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വേഗം ചോറ് വെച്ചിട്ടുണ്ട്, ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചോറെടുത്ത് കുറച്ച് ഉപ്പും വെള്ളമൊക്കെ കൂട്ടിയിട്ട് അരച്ചെടുക്കണം. ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് ഇങ്ങനെ അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടുമെന്ന് ഇക്കാൻ്റെ ഉമ്മ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്ത് നോക്കാറുണ്ട്, നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. തരിയൊന്നും അല്ലാതെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് സാധാരണ നമ്മൾ മാവ് കുഴക്കണ പോലെ അധികം കുഴക്കേണ്ട ആവശ്യമില്ല. ചപ്പാത്തിക്ക് കുഴക്കണ്ട, എന്നാലും നമ്മൾ നല്ല മയം വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുഴക്കുമല്ലോ, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ചോറ് കൂട്ടുകയാണെങ്കിൽ അത് നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി, ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി കിട്ടും കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ചോറിൻ്റെ വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട്, അത് അരി കഴുകിയിടണം. അപ്പോൾ നല്ല തിളച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ അരിയൊക്കെ കഴുകി വേഗം തിളച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടതാണ് കേട്ടോ. അരി കഴുകുമ്പോഴേക്കും പിന്നെ വെറുതെ തിളച്ച് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ മാവ് കുഴച്ച് അവിടെ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അരിയൊക്കെ ഇട്ട് ഒന്ന് തിളച്ച് ഈ ചോറ് തിളച്ച് നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കണം. അത്രയൊക്കെയുള്ള പരിപാടി. ചോറിന് കറി പിന്നെ വേറെ നമുക്ക് രാത്രി വെക്കണം കേട്ടോ, രാത്രിക്കല്ല വേണ്ടല്ലോ. അപ്പോൾ അത് അടച്ച് വെച്ച് വന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും. ഇനിയിപ്പോൾ അത് നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം. അപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ ഞാൻ കുഴച്ച് ഒന്ന് നമ്മൾ ഈ പത്തിരി പ്രസ്സിലൊന്ന് പ്രസ് ചെയ്തിട്ട് ആക്കുകയാണെങ്കിൽ വേഗം പണി തീരും കേട്ടോ, നന്നായിട്ട് വട്ടത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് വെറുതെ ഒന്ന് വട്ടത്തിലാക്കിയിട്ട് ഇതാക്കുകയാണ്, പരത്തി വയ്ക്കുകയാണ്. ഇനി ഇതൊന്നും കൂടി പരത്തി എടുക്കും കേട്ടോ. മൊത്തത്തിൽ പ്രസ്സിൻ്റെ ആ പണി കഴിഞ്ഞ് വട്ടത്തിലാക്കി വെച്ചാൽ നമുക്ക് പിന്നെ പരത്തി എടുക്കലേ വേണ്ടുള്ളൂ. ഒന്നും കൂടി ഒന്ന് വട്ടത്തിൽ ഞാൻ നൈസായിട്ട് പരത്തിയെടുക്കും. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രസ്സിൽ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രസ് ഇങ്ങനെ കവറിൽ വെച്ചിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പ്രസ് ഇതേപോലെ കേട് വന്ന പ്രസ്സൊക്കെ ഇങ്ങനെ നമുക്ക് കവർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല ഉപകാരമായിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം പരത്തിയെടുത്തു, ഒപ്പം തന്നെ അവിടെ ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. അല്ല പിന്നെ രാത്രി നമുക്ക് മൊത്തം പണിയായിരിക്കും ഈ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ചപ്പാത്തി പരത്തിയ ഭാഗമൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി പിന്നെ ചപ്പാത്തി ചൂടാൻ തന്നു കേട്ടോ. അപ്പോൾ ഇനി കറി ഉണ്ടാക്കണം, മുട്ട പുഴുങ്ങാൻ വയ്ക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇന്നത്തെ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻ്റ് അറിയിക്കുക. എന്തൊക്കെയായിരുന്നു നോമ്പ് തുറക്കിയുള്ള വിഭവങ്ങൾ, സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കൽ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാമെന്ന് വിചാരിച്ചു. മുട്ട പുഴുങ്ങാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടണം. അപ്പുറത്ത് ഇതാ ചപ്പാത്തി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ മഴക്കാർ മൂടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നോമ്പ് തുടങ്ങിയ ദിവസം മുതൽ ഇങ്ങനെ മഴക്കാർ മൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ടു കേട്ടോ, ഒരു വെളിച്ചം കുറവായപ്പോൾ. പിന്നെ ഉള്ളിക്കറിക്കുള്ള നമ്മുടെ മുട്ടക്കറിക്കുള്ള ഉള്ളി അരിയാണ്. അപ്പോൾ എല്ലാം കൂടി അവിടെ ചപ്പാത്തി ചുണ്ണതിൻ്റെ ഇടയിൽ തന്നെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് നടക്കുമല്ലോ. അപ്പോൾ ഉള്ളി ഇതാ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ തന്നെ വേവിക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയാണ്, അധികം എരിവൊന്നും ഇല്ലാതെ. മുട്ടയൊക്കെ വെന്ത് വന്നപ്പോൾ മാറ്റി വെച്ച് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നൊക്കെ അപ്പോൾ ഒപ്പം ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. വേഗം പണി. ഞാൻ അധികവും നേരത്തെ ചെയ്ത് വയ്ക്കാറില്ല. അപ്പോൾ ആ സമയമാകുമ്പോൾ ചടുപടി തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ 2 വിസിൽ കൊടുത്തപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ തുറന്ന് വെച്ചതാണ്, അല്ലാണ്ട് ഡീറ്റെയിലായിട്ടൊന്നും എടുക്കണില്ല. അതൊക്കെ ഞാൻ കാണിച്ചു തന്നെയാണ്. ഇത് നമ്മളെ നോമ്പ് തുറ വ്ളോഗാണല്ലോ, ഡേയിങ് ലൈഫ് പോലെയാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ. ഒരുപാട് എരിവൊന്നും ഇടുന്നില്ല, ഒരുപാട് മസാലയൊന്നും ഇടണില്ല കേട്ടോ. കാരണം ഇവിടെ കുട്ടികൾക്കാണെങ്കിലും കഴിക്കുകയാണെങ്കിൽ അധികം എരിവും മസാലയും ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇട്ട് മൂപ്പിച്ച് തക്കാളിയൊക്കെ ഇട്ട് നമ്മൾ ഉള്ളിക്കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാരങ്ങ വെള്ളം ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാൻ്റെ വക എന്തോ സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ.
നോമ്പ് തുറക്കാനാവുമ്പോഴാട്ടോ ഇക്ക വരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി സ്പെഷ്യൽ വെറൈറ്റി ജ്യൂസൊക്കെ ഉണ്ടാക്കും. അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഫുള്ള് വെറൈറ്റിയാണ്. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് എന്താ മിൽക്ക് മെയ്ഡ് എന്തൊക്കെയോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ പണി നോക്കിയിട്ടോ. എൻ്റെ പണിയൊക്കെ ഏകദേശം തീരാനായി. ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം, ആ പരിപാടിയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അതാ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തണുത്ത വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എന്തൊക്കെയൊക്കെ ചേർത്ത് കേട്ടോ, ഞാൻ ശ്രദ്ധിക്കാൻ നിന്നില്ല. പിന്നെ ക്യാമറ ഫുള്ളിങ്ങനെ വെറുതെ ഓണായി കിടന്നപ്പോൾ ഞാൻ ഓഫാക്കി ഇട്ടു. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും മറന്നുപോയി. അപ്പോൾ എല്ലാം റെഡിയായി. നമ്മുടെ മുട്ടയൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വരഞ്ഞെടുത്ത് കറിയിലിടണം. കറിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ മസാലയും ഇതൊക്കെ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒരു രസത്തിന് കേട്ടോ അങ്ങനെ വരഞ്ഞെടുത്തിട്ട് കറിയിലിട്ടു. അപ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഓടിപ്പോയി അവിടെ ഇരിക്കുക. നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മത്സരമായിരുന്നു കേട്ടോ, ടേബിളിലവിടെ കൊണ്ടുപോയിക്കാൻ. നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. കുട്ടികൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓരോന്ന് ടേബിൾ കൊണ്ടുപോയിക്കാനായിട്ട്. അങ്ങനെ അതാ എല്ലാം ടേബിൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇക്കാൻ്റെ സ്പെഷ്യൽ ജ്യൂസ് കേട്ടോ. എന്താ പേരെന്ന് വെച്ചാൽ പേരൊന്നുമില്ല. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.